ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തണ്ണീർമുക്കം ബണ്ടിൻ്റെ അടുത്താണ്. ഇവിടെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട്. കൂടാതെ മീൻ മാർക്കറ്റും. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിക്കോ, ഇനി സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കായൽ തീരത്താണ്. അതായത് കായലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്ത്. എന്ത് രസമാണെന്ന് നോക്കിയാൽ ഇവിടെ നിൽക്കാൻ. കായലിന് ഇത്രയധികം സൗന്ദര്യം ഉണ്ടെന്ന് അറിയുന്നത് ഇവിടെ വന്ന് നിന്നപ്പോഴാണ് കേട്ടോ. പല സ്ഥലത്ത് പോയി കായൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയധികം ഭംഗി എനിക്ക് തോന്നിയിട്ടില്ല. ആകാശത്തോട് അടുത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നത്. ഒന്ന് നോക്കിക്കേ. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇടവില്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. ഇടവിട്ട് വന്നുകൊണ്ട് നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കായലൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് അങ്ങ് പോവുകയാണ്. ഇവിടെ ഇന്ന ഒരു പ്രത്യേകത, ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന കൂടാതെ നമുക്ക് ഇവിടുന്ന് നല്ല ഫ്രഷ് കായൽമീൻ മേടിച്ചോണ്ട് പോകാൻ പറ്റും കേട്ടോ. ദൂരത്തുനിന്ന് വരെ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. കൂടാതെ ചൈനീസ് നെറ്റ് ഫിഷിങ് കാണാം, ചീന വലയില്ലേ അത് ഉപയോഗിച്ചുള്ള മീൻപിടുത്തം. പിന്നെ കുറേ വള്ളക്കാര് ഈ കായലിന്റെ ഈ സൈഡിലൊക്കെ നിന്ന് മീൻ പിടിക്കുന്നത് കാണാം. ചിലർ മീൻ പിടിക്കാൻ പോകുന്നത് കാണാം, ചിലർ മീൻ പിടിച്ചോണ്ട് വരുന്നത് കാണാം വള്ളത്തിൽ. പിന്നെ ചൂണ്ടയിടേണ്ടവർക്ക് ചൂണ്ടയിടാം. നല്ല അടിപൊളി കാഴ്ച അല്ലേ. ഇതിനപ്പുറം ഇനി എന്തുവാണ് വേണ്ടത്? കടലിന്റെ സൈഡിൽ പോയി നിന്ന വേറൊരു സൗന്ദര്യം, കായലിന്റെ സൈഡിൽ പോയി നിന്ന വേറൊരു സൗന്ദര്യം. രണ്ടും രണ്ടാണ്. പക്ഷെ നമ്മൾ കൂടുതൽ ആൾക്കാരും കടലിന്റെ അടുത്തോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെ. ബീച്ചിലൊക്കെ പോകാനല്ലേ. കായലിന്റെ അടുത്തോട്ട് പോകാൻ കുറച്ച് ആൾക്കാരെ അങ്ങനെ ആഗ്രഹിക്കാറുള്ളൂ. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് കരിമീൻ ഉണക്കായിട്ടേക്കുന്നത്. ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും കരിമീൻ ഉണക്കിയത് കണ്ടിട്ടുണ്ടെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം. എങ്ങനെ ഉണ്ടെന്നറിയാം. എന്ത് രസമാണെന്ന് നോക്കി. കരിമീനെ ചെത്തി മിനുക്കിയിട്ടാണ് സുന്ദരിയാക്കിയിട്ട് രണ്ടായിട്ട് പൊളർന്നിട്ട് ഉപ്പും തേച്ച് അങ്ങ് ഇട്ടേക്കുവാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. കറക്റ്റ് 3 ദിവസം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉണക്ക കരിമീൻ റെഡി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണക്ക കരിമീൻ വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റും. കൂടാതെ വലിയ മാച്ചാന്റെ പീസ് ഇരിക്കുന്നുണ്ട്. മാച്ചാനൊക്കെയാണ് ഇവിടെ ഉണക്കാൻ വെച്ചേക്കുന്നത് കേട്ടോ. മാച്ചാൻ ഉണക്കിയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഈ കെട്ടിയിട്ടേക്കുന്നതൊക്കെ ചൈനീസ് നെറ്റ് ഫിഷിംഗ് ആണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയി അവരൊന്ന് പൊക്കും. അപ്പൊ ഭാഗ്യം ഉണ്ടെങ്കിൽ കുറച്ച് മീനൊക്കെ കിട്ടും. അങ്ങനെ ഉണക്കക്കരിമീൻ്റെ അടുത്ത് നിന്ന് കുറെ ഫോട്ടോയൊക്കെ എടുത്ത് നേരെ ഈ മീനിന്റെ സ്റ്റോറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന്റെ വാതിലിൽ എത്തിയപ്പോഴാണ് നമ്മുടെ കായലിലെ കൊഴുവ ഉണക്കിയിട്ടേക്കുന്നത് കാണുന്നത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീനാണ് കേട്ടോ. ഈ സ്റ്റോറിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണമല്ല, ഇവിടെ നിരപ്പ് ആയിട്ട് ഒരു 4-5 ഉണ്ട് അടുപ്പിച്ച് കേട്ടോ. ഇതാണ് നമ്മുടെ കമ്മട്ടി ഞണ്ട്. അടിപൊളി കമ്മട്ടി ഞണ്ട്, ജീവനുള്ള കിടക്കുന്ന കണ്ടാ. ഇതുപോലുള്ള കമ്മട്ടി ഞണ്ട് എവിടെയെങ്കിലും കിട്ടുവാ? ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വരാലും കരിമീനും കമ്മട്ടി ഞണ്ടും കൊഞ്ചും ഒക്കെ ജീവനോടെ തന്നെ വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റും. ഇതാണ് നമ്മുടെ പടപടയ്ക്കുന്ന കരിമീൻ. കാരണം മിക്കയിടത്തും ഇപ്പൊ വളർത്ത് കരിമീനാണ് കിട്ടുന്നത്. വളർത്ത് വരാലും ഒക്കെ കിട്ടും. പക്ഷെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് ആകുമ്പോൾ വാങ്ങിക്കാൻ കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മാർക്കറ്റ് ആയതുകൊണ്ട്, അതായത് സ്റ്റോർ ആയതുകൊണ്ട് വള്ളക്കാര് ഡയറക്റ്റ് പിടിക്കുന്ന മീനെ ഇവിടെ കൊണ്ട് ഇങ്ങനെ കൊടുക്കുവാണ് വള്ളം അടുപ്പിച്ചിട്ട്. അപ്പൊ ഇവരത് വാങ്ങിച്ചത് ഇങ്ങനെ നിരത്തി വെച്ചേക്കുവാണ്. കൂടാതെ നമുക്ക് വെട്ടിയും കിട്ടും കേട്ടോ. ഉണ്ടാ ചേച്ചി എന്തോരം നല്ല സന്തോഷത്തോടു കൂടി ആസ്വദിച്ചാണ് മീൻ വെട്ടുന്നതെന്ന് നോക്കിയേ. ഞാൻ ചോദിച്ചു, ചേച്ചി മീൻ വെട്ടുന്ന ഇഷ്ടമാണെന്ന്. അപ്പൊ ചേച്ചി പറഞ്ഞു ഇഷ്ടമാണെന്ന്. ഞാൻ പറഞ്ഞ പോര്, ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്ന് ഇതുപോലെ കുറച്ച് മീൻ വെട്ടിത്താ. എനിക്ക് ഇച്ചിരി പാടുള്ള പണിയാണ് ഈ മീൻ വെട്ടലെന്ന്. മിക്കവർക്കും പാടുള്ള പണി ഏതാന്ന് ചോദിച്ചാൽ മീൻ വെട്ടലാന്ന് പറയും അല്ലെ. ഞാൻ പറയും, ഇത് കാണുമ്പോ ചേച്ചി ഒരുപാട് പേര് വിളിക്കും ഞങ്ങളുടെ വീട്ടിലോട്ട് പോരും മീൻ വെട്ടിത്തരാനെന്ന് കേട്ടാ. എന്ത് തന്നെയാണേലും അതൊരു തൊഴിലല്ലേ, അവരുടെ ഉപജീവന മാർഗമാണ്. മീൻ വെട്ടിയാണേലും അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ഇത് കണ്ട കുറേ ടൈപ്പിലെ മീനുണ്ട് കേട്ടോ. നല്ല കണമ്പ്, തിരുത കായലിലെ തിരുത കഴിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇതെല്ലാം കായലിലെ മീനാണ്. ചിലതൊക്കെ കടലിലെ ഇരിപ്പുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതലുള്ള കായലിലെ മീൻ തന്നെയാണ് ഇവിടെ. കമ്മട്ടി ഞണ്ടൊക്കെ അടിപൊളിയായിട്ട് വെട്ടിത്തരും. നമുക്കൊക്കെ അത് വെട്ടാൻ വേണ്ടി പാടല്ലേ, അത് ഇറുക്കുക എന്നുള്ള പേടി വെച്ചത്. ഈ ഇരിക്കുന്ന മൊത്തം ഈ കടയിലെ സ്റ്റാഫുകളാണ്. എന്താ ഈ ഒരു ചെറിയ കടയിൽ എത്ര സ്റ്റാഫാണുള്ളതെന്ന് നോക്കിയേ. എന്താ എല്ലാരും ഈ മീനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാനും വെട്ടാനൊക്കെ നിൽക്കുന്നവരാണ് കേട്ടോ. കൂടാതെ എടുത്തു കൊടുക്കാനൊക്കെ നിൽക്കുന്നവരുണ്ട്. നല്ല തമാശയൊക്കെ പറയുന്നത് നല്ല അടിപൊളി നല്ല സ്നേഹമുള്ള ചേച്ചിമാരാണ്. ഇവരിവിടെ കുക്കൊക്കെ ചെയ്യുന്നുണ്ട്. നേരത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്നാ പറയുന്നത്. ഈ കായൽ മീനൊക്കെ വെച്ച് കേട്ടാ, കരിമീനൊക്കെ പൊള്ളിച്ച്. ഇപ്പൊ ഇല്ലെന്നും
ഇനി ഞങ്ങൾക്ക് കപ്പക്കോഴിയൊക്കെ തന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ഇതാണ് ഈ കടയുടെ ഓണർ എന്നാണ് ചേച്ചി പറഞ്ഞത്. ഞാൻ ചോദിച്ചു ചേച്ചിയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആ അമ്മച്ചിയായിരുന്നു ഈ കടയിലെ ഓണർ എന്ന്. അങ്ങനെ അമ്മച്ചി 8 മാസത്തിന് മുമ്പ് മരിച്ചു പോയെന്നാ പറഞ്ഞത്. അതിനുശേഷം ഇവര് സമയം പോകുന്നത് അറിയത്തില്ല കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാരും കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുക. ഇങ്ങനെ ഒരു കട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്റ്റാഫുകളെല്ലാം കൂടെ ഒരു നല്ല കൂട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇങ്ങനെ ഒരു കട. ഇത് തന്നെയാണേലും ഇത് നിൽക്കുന്നത് നമ്മുടെ വരാലാണ് കേട്ടോ. നല്ല ജീവനുള്ള വരാല് കണ്ട. ഏറ്റവും ഗുണമുള്ള ഒരു മീനാണ് വരാല്. അതും ചെറിയ വരാലാണ് നല്ല നാടൻ വരാല് തന്നെ കിട്ടണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇതാണ് നമ്മുടെ തണ്ണീർമുക്കം ബണ്ടിന്റെ അടുത്തുള്ള നമ്മുടെ മീൻ മാർക്കറ്റ്, അതായത് കായൽ മീൻ്റെ സ്റ്റോർ കേട്ടോ. ഇതാണ് ചൈനീസ് നെറ്റ് ഫിഷിങ്, വല വെച്ചേക്കുന്നത് കണ്ടോ. ഇവരിടയ്ക്ക് പോയി ഇങ്ങനെ ഒന്ന് പൊക്കും കേട്ടോ. അവർ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊക്കി കൊടുക്കും. പക്ഷെ അവിടെ ഇപ്പൊ ആളില്ലെന്ന് പൊക്ക, അതുകൊണ്ടാണ്. ഇതാണ് ഈ കടയുടെ ഓണർന്നേ, ആ അമ്മച്ചിയുടെ മോനാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ആ ഓണറൊക്കെ ആയിട്ട് സംസാരിച്ചേട്ടാ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി മീനൊക്കെ കിട്ടും. ഇവിടെ അവര് സ്റ്റൗവൊക്കെ വെച്ചിട്ടുണ്ട്, കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ വന്നത് അടുത്ത കടയിലേക്കാണ്, അതിനോട് ചേർന്ന് തന്നെയാണ്. ഇവിടെ വന്നപ്പോ കണ്ട മീനുകളാണ് ഈ കാണുന്നത്. നോക്കി കൂട്ടിലിട്ടേക്കുന്ന കമ്മട്ടി ഞണ്ട്. കമ്മട്ടി ഞണ്ട് ഇറങ്ങിപ്പോന്ന് പേടിച്ച് അവർ കൂട്ടിയിട്ടേക്കുവാണ് കേട്ടാ. ഗ്രില്ലൊക്കെ വെച്ച ഒരു കൂട് എന്തായാലും അടിപൊളിയാണ്. ഇതിന്റെ ഇറക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ടേസ്റ്റ് പോലെ തന്നെയാണ് ഇറക്ക് കിട്ടിയാൽ, നല്ലോണം കഴിച്ചു കയറും. മീൻ വെട്ടി വെച്ചേക്കണ്ട, വെട്ടി വെച്ച കരിമീനാണത്. ഇതാണ് നമ്മുടെ കൊഞ്ച് കേട്ടാ, നല്ല ഫ്രഷ് കൊഞ്ചാണ്. നീലക്കാലൻ കൊഞ്ച് കഴിക്കാത്തവരുണ്ടോ? കഴിച്ചിട്ടില്ല ഒരു പ്രാവശ്യം കൂടി നിങ്ങളൊന്നും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. പച്ചീർക്കിൽ കയറ്റിയിട്ട് മസാല പുരട്ടിയിട്ട് മുക്കി പൊരിച്ചെടുക്കണം, സൂപ്പറാണ്. കരിമീൻ നിരത്തി ഇങ്ങനെ വെച്ചേക്കുവാണ്. അതുകൂടാതെ ഇത് ഏരി എന്ന് പറഞ്ഞ മീനാന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഇത് കായലിലാണോന്ന് എനിക്കറിയത്തില്ല. കടലിൽ അങ്ങനത്തെ മീനുണ്ട്. പിന്നെ ആ ഇരിക്കുന്നത് കടലിലെ ചെമ്പല്ലിയാണ് കേട്ടോ, കായലിലെ ചെമ്പല്ലിയല്ല. പിന്നെ വേറെ ഇരിക്കുന്നത് കണ്ടോ, ആറ്റുവാളയുണ്ട്. പിന്നെ നമ്മുടെ വേറെ ഒരു മീനുണ്ടല്ലോ, ഇത് ഏറ്റവും ടേസ്റ്റ് ഉള്ള മീൻ ഇത് വരുന്നതിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ, ഞാൻ ഓർക്കുമ്പോ പറയാവേ. പിന്നെ എല്ലാ ടൈപ്പിലെ മീനും ഉണ്ട് കേട്ടോ. കായലിലെ ഉണ്ട്, കടലിലെ ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കായൽ മീൻ തന്നെ. അതെ കാരി ഇരിക്കുന്നുണ്ട്. കാര്യം ജീവനില്ലാത്ത കേട്ടോ. ജീവനുള്ളത് വേണോന്ന് പറഞ്ഞാൽ അവർ തരും. ഇപ്പൊ ഒരു കിലോ 1.5 കിലോ ഒക്കെ ഉള്ള കമ്മട്ടി ഉണ്ടല്ലോ, ഒരെണ്ണം വലിപ്പമുള്ളൊക്കെ അത്രയും വെയിറ്റ് ഉള്ള, അവരോട് നേരത്തെ ബുക്ക് ചെയ്ത് അവരെടുത്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് KM ഫിഷ് ലാൻഡ്. ഇവിടെ തന്നെ 1, 2 അടുപ്പിച്ച് 3 കടയാണ്. പിന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് 1, 2 കടകൾ. അടുത്ത കടയിലോട്ട് ഞാൻ കയറി. ആ നേരത്തെ ഒരു മീനിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ടേസ്റ്റുള്ള മീനാണ്, അതിന്റെ പേര് മറന്നു പോയെന്ന്. അതാണ് കാളാഞ്ചി കേട്ടാ. കാളാഞ്ചി ഭയങ്കര ടേസ്റ്റ്. അതെ ഇവിടെ നമ്മുടെ കൊഞ്ചില്ലേ, കൊഞ്ച് ഐസ് ഇട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടാ. ആഹാ എന്റെ പൊന്നോ, കൊഞ്ച് വെച്ച് മപ്പാസ് വെച്ചാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടാ. കാണുമ്പോ തന്നെ കൊതി വന്നിട്ട് വയ്യ. ഇവിടെ നല്ല തിരുതമീൻ ഇരിപ്പുണ്ട്, നല്ല അടിപൊളി ഫ്രഷ് തിരുതമീനാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, നല്ല വിലയുള്ള മീനാണ്. ഇവിടെ 1, 2, 3, 4 കടയുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ 3 കടയെന്നാ പറഞ്ഞു, 4 കട. അടുത്ത കടയിലേക്ക് കയറി. ഇവിടെയാണ് കേട്ടാ തിരുതമീൻ ഇരിക്കുന്നത്. കണ്ട, ഇത് 1 കിലോ കൂടുതലുണ്ടെന്ന് പറഞ്ഞു. 600-650 രൂപ പറഞ്ഞു, ലാസ്റ്റ് 700 വരെ ആയി കേട്ടാ. 1 കിലോയ്ക്കട്ടെ ഇച്ചിരി കൂടെ കൂടുതലുണ്ടെന്ന്, അത് തെറ്റി പറഞ്ഞാണെന്ന് ആദ്യം വില ചോദിച്ചപ്പം. എന്ത് തന്നെയാണെങ്കിലും അത്രയൊക്കെയാണ് അതിന്റെ വില. ഒരു കാരണവശാലും കുറയത്തില്ല. ഭയങ്കര ടേസ്റ്റുള്ള മീനാണ്. പിന്നെ അത് വേറൊരു മീൻ ഇരിപ്പുണ്ടല്ലോ, അതിന്റെ പേരെന്തോ, അതും ഭയങ്കര ടേസ്റ്റാണ്. ഇതിന്റെ പേര് ഞാൻ മറന്നു. മതി അടുത്ത പ്രഫാസ് ഫിഷ് ലാൻഡ് കണ്ട. ഇവിടെ അതിനെക്കാട്ടി കൂടുതൽ മീൻ ഇരിപ്പുണ്ട്. ഏറ്റവും കൂടുതൽ മീൻ ഇരിക്കുന്നത് ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവിടെയാണ് കൂടുതൽ ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത്. ആ മീനിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു ഓർത്തില്ലല്ലോ, കതിരാനാണ് കേട്ടോ. നിങ്ങൾ ഓർക്കുക എനിക്ക് എന്താ ഇത്ര മറവി, ഇടയ്ക്ക് എങ്ങനെയാണ് കേട്ടോ, ഒന്നും ഓർക്കല്ലേ. അങ്ങനെ ഞാൻ നമ്മുടെ ഒരു ചുള്ളന്റെ കടയിൽ വന്നേക്കുവാണ്. നിറയെ മീനുണ്ട് കേട്ടോ ഇവിടെ.
എന്തൊക്കെ ടൈപ്പിലെ മീനാണ് ഇരിക്കുന്നത് നോക്കി, നമ്മൾ പോലും കാണാത്ത മീനാ. എന്തിടെ ഇത്? ഓരോ മീനും പരിചയപ്പെടുത്തി തന്നോണ്ടിരിക്കും ആശാൻ കേട്ടാ. ചിലർക്കൊക്കെ നമ്മള് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ പറയാൻ തന്നെ ജാടയായിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറെ നേരം ഇവിടെ നിന്ന് മീൻ സൗന്ദര്യം ആവശ്യത്തിന് ആസ്വദിച്ച് അതിനുശേഷം ഒരു കൊഞ്ചിനെയൊക്കെ എടുത്ത് ദാ ഇങ്ങനെ തൂക്കിയൊക്കെ പിടിച്ച് നിന്ന് കേട്ടോ. ആഗ്രഹം തീരുന്നവരെ നോക്കി നോക്കി നിന്നിട്ട് അതിന് ഞാൻ ഒറ്റയിടൽ അങ്ങ് താഴോട്ടിട്ട്. അപ്പൊ എല്ലാവർക്കും മീൻ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.